നമസ്കാരം. ലഷ്കർ-ഇ-തായ്ബ സ്ഥാപകങ്ങളിൽ ഒരാളായ അമീർ ഹംസയ്ക്ക് ലാഹോറിലെ അജ്ഞാതരുടെ വെടിയേറ്റു. ഗുരുതരാവസ്ഥയിലായ ഇയാളെ ലാഹോറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ലാഹോറിലെ ഒരു വാർത്താ ചാനൽ ഓഫീസിന് പുറത്തുവെച്ചാണ് അജ്ഞാതരായ ആക്രമണങ്ങൾ ഹംസയ്ക്ക് നേരെ വെടിയുതിർത്തതെന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രണ്ടാമത്തെ തവണയാണ് ഹംസയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ലാഹോറിലെ വീടിന് പുറത്തുവെച്ചും ഇയാൾക്ക് വെടിയേറ്റിരുന്നു. അന്ന് പാകിസ്ഥാനിലെ അധികൃതർ ഇയാളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നെങ്കിലും സംഭവത്തെക്കുറിച്ചുള്ള ഔദ്യോഗികമായി ഒന്നും പ്രതികരിച്ചിരുന്നില്ല. പാകിസ്ഥാനിലെ ഭീകര നേതാക്കൾ ഒന്നൊന്നായി അജ്ഞാതരായ തോക്കുധാരികളാൽ വധിക്കപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇതിന് പിന്നിലെ പ്രധാന കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തുന്ന ടാർഗറ്റഡ് കില്ലിംഗ് ആണെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. തങ്ങളുടെ മണ്ണിലിരുന്ന് ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നവരെ അവരുടെ താവളങ്ങളിൽ വെച്ച് തന്നെ ഇല്ലാതാക്കുന്ന ഒരു പുതിയ പ്രതിരോധ തന്ത്രമായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇന്ത്യ ഇത്തരം ആരോപണങ്ങൾ ഔദ്യോഗികമായി നിഷേധിക്കാറാണ് പതിവ്. മറ്റൊരു പ്രധാന കാരണമായി പറയുന്നത് ഭീകര സംഘടനകൾക്കുള്ളിലെ ആഭ്യന്തര കലഹമാണ്. ലഷ്കർ-ഇ-തായ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകൾക്കുള്ളിൽ അധികാരത്തിനും പണത്തിനും വേണ്ടിയുള്ള തർക്കങ്ങൾ രൂക്ഷമാകാറുണ്ട്. ഇതിനു പുറമെ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIക്ക് ബാധ്യതയാകുന്ന ഭീകരരെ അവർ തന്നെ രഹസ്യമായി വധിക്കാറുണ്ടെന്ന റിപ്പോർട്ടുകളും നിലവിലുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ കരിമ്പട്ടികയിൽ പെടാതിരിക്കുവാനും ആഗോള സമ്മർദ്ദം കുറയ്ക്കുവാനും ഇത്തരം ക്ലീൻ അപ്പ് ഓപ്പറേഷനുകൾ അവർ നടത്താറുണ്ട്. ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നവരിൽ ഭൂരിഭാഗവും ഇന്ത്യ തിരയുന്ന കൊടും ഭീകരരാണ്. ഇതുപോലെ നിരവധി ഭീകരരെ പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ വെച്ച് സമാനമായ രീതിയിൽ അജ്ഞാതരായ ബൈക്ക് യാത്രികരോ തോക്കുധാരികളോ ആണ് വധിക്കപ്പെടാറുള്ളത്. ഈ പരമ്പരയിൽ ആദ്യമായി കൊല്ലപ്പെട്ട പ്രമുഖ ഭീകരൻ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ വിശ്വസ്തനായ സാഹിദ് അഗൂദാണ്. 2022 മാർച്ച് 1 കറാച്ചിയിലെ തിരക്കേറിയ തെരുവിൽ വെച്ചാണ് ഇയാൾ വെടിയേറ്റ് മരിച്ചത്. കാശ്മീരിലെ ഭീകരപ്രവർത്തകരായി പണം കണ്ടെത്തുകയും ആയുധങ്ങൾ എത്തുകയും ചെയ്യുന്ന ഇയാളുടെ കൊലപാതകത്തോടെയാണ് പാകിസ്ഥാനിലെ സുരക്ഷിത താവളങ്ങളിൽ കഴിയുന്ന ഭീകരർക്കിടയിൽ ഭീതി പടർന്നത്. ഇതിനു പിന്നാലെയാണ് മറ്റ് ഭീകരരും ഓരോരുത്തരായി ലക്ഷ്യം വെച്ച് വധിക്കപ്പെട്ടത്. ഗുജറാൻവാലെ ജനിച്ച ഹംസ അഫ്ഗാൻ ജിഹാദിലെ പഴയകാല പോരാളിയാണ്. 1985-86 കാലഘട്ടത്തിൽ ഹാഫിസ് സെയ്ദിനൊപ്പമാണ് ഇയാൾ ലഷ്കർ-ഇ-തായ്ബ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ ഇയാൾ പങ്കുണ്ട്. പ്രത്യേകിച്ച് കാശ്മീരിന് പുറത്ത് ലഷ്കർ നടത്തിയ ആദ്യ പ്രധാന ആക്രമണങ്ങളിൽ ഒന്നായ 2005 ബംഗളൂരു ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരിൽ ഒരാളാണ് ഹംസയെന്ന് കരുതപ്പെടുന്നുണ്ട്. ഹാഫിസ് സെയ്ദ് കഴിഞ്ഞാൽ ലഷ്കറിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ നേതാവായിട്ടാണ് ഹംസയെ കണക്കാക്കപ്പെടുന്നത്. ലഷ്കറിന്റെ പ്രചാര വിഭാഗം രൂപപ്പെടുന്നതിൽ ഇയാൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഇയാളെ ആഗോള ഭീകരതയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2012 പുറത്തിറങ്ങിയ പ്രസ്താവന പ്രകാരം ലഷ്കറിന്റെ കേന്ദ്ര ഉപദേശ സമിതി അംഗമായ ഹംസ ഹാഫിസ് സെയ്ദിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സംഘടനയുടെ ബാഹ്യബന്ധുക്കൾ കൈകാര്യം ചെയ്തിരുന്നു. ലഷ്കറിന്റെ പ്രധാന സൈദ്ധാന്തികനായി അറിയപ്പെടുന്ന 66-കാരനായ ഹംസ മികച്ച പ്രസംഗകനും എഴുത്തുകാരനുമായിരുന്നു. സംഘടനയുടെ വരിക്കാരുടെ എഡിറ്ററായും ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി പുസ്തകങ്ങളും ഇയാൾ രചിച്ചിട്ടുണ്ട്. ലഷ്കറിന്റെ പ്രത്യേക പ്രചാരണ വിഭാഗത്തിന്റെ തലവനായും ഇയാൾ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2018 ലഷ്കറിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾക്കെതിരെ ആഗോളതലത്തിൽ നടപടികൾ കടുപ്പിച്ചതോടെ ഹംസ സംഘത്തിൽ നിന്ന് അകന്ന് ജെയ്ഷെ മൻഗാഫ എന്ന പേരിൽ ഒരു പുതിയ വിഭാഗം രൂപീകരിച്ചിരുന്നു. കാശ്മീർ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കും പണ സ്വരൂപണത്തിനുമാണ് ഈ വിഭാഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ലഷ്കറിൽ നിന്ന് പിരിഞ്ഞെങ്കിലും ഭീകരർക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ്, തീവ്രവാദ പ്രചാരണം എന്നിവയിൽ ഇപ്പോഴും സജീവമായതിനാൽ അമേരിക്ക ഇയാളെ ആഗോള ഭീകരനായിട്ട് തന്നെയായിരുന്നു കണ്ടിരുന്നത്. പാകിസ്ഥാനിൽ ഇത്തരത്തിൽ ഭീകരവാദികൾ കൊല്ലപ്പെടുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായി വലിയ നേട്ടങ്ങളും അതേസമയം ചില വെല്ലുവിളികളും ഉയർത്തുന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടം തങ്ങളുടെ ശത്രുക്കളുടെ ശൃംഖല തകരുന്നത് തന്നെയാണ്. കൊല്ലപ്പെടുന്നവരിൽ ഭൂരിഭാഗവും ഇന്ത്യയിലെ സുപ്രധാന ഭീകര ആക്രമണങ്ങളുടെ സൂത്രധാരന്മാരോ അല്ലെങ്കിൽ അതിന് സഹായിച്ചവരോ ആണ്. അമീർ ഹംസയെ പോലുള്ള ലഷ്കർ നേതാക്കൾ കൊല്ലപ്പെടുമ്പോൾ ആ സംഘടനയുടെ ആശയപ്രചാരണവും സാമ്പത്തിക സ്രോതസ്സുകളുമാണ് തകരുന്നത്. ഇന്ത്യക്കെതിരെ വർഷങ്ങളായി ഭീകരപ്രവർത്തനം ആസൂത്രണം ചെയ്യുന്നവരുടെ മനസ്സിൽ ഇത് വലിയ ഭീതി ഉണ്ടാക്കും. തങ്ങൾ പാകിസ്ഥാനിൽ ഒളിവിൽ കഴിഞ്ഞാലും സുരക്ഷയില്ലെന്ന സന്ദേശം ഈ കൊലപാതകങ്ങൾ നൽകുന്നുണ്ട്. രണ്ടാമതായി ഇന്ത്യയുടെ പ്രതിരോധ നയത്തിലുണ്ടാകുന്ന മാറ്റമാണ് കാണിക്കുന്നത്. 2016 സർജിക്കൽ സ്ട്രൈക്ക്, 2019 ബാലക്കോട്ട് വ്യോമാക്രമണത്തിനു ശേഷം ഇന്ത്യയുടെ ശൈലി തന്നെ മാറി. ശത്രുവിനെ അവരെ മണ്ണിൽ കയറി നേരിടുന്ന നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുമ്പോഴും ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ സീറോ ടോളറൻസ് നയമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ഇത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് വലിയൊരു തടയിടലായി മാറുന്നുണ്ട്.
എന്നാൽ ഇത് ഇന്ത്യയെ ചില രീതിയിൽ ബാധിക്കുവാനും സാധ്യതയുണ്ട്. പാകിസ്ഥാൻ തങ്ങളുടെ വീഴ്ചകൾ മറച്ചുവെക്കാൻ ഇത്തരം സംഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര യുദ്ധം നടത്തുവാൻ സാധിക്കും. ഇന്ത്യ ടാർഗറ്റ് കില്ലിംഗ് നടത്തുന്നുവെന്ന് കാട്ടി ഐക്യരാഷ്ട്രസഭയിലും മറ്റും പരാതി നൽകുവാനും പാകിസ്ഥാന് ഇത് ആയുധമാക്കാം. കാനഡയിലെയും അമേരിക്കയിലും ചില സമാന ആരോപണങ്ങൾക്കെല്ലാം പാകിസ്ഥാൻ ഈ സംഭവങ്ങളും കൂട്ടിക്കെട്ടുവാൻ ശ്രമിക്കുന്നത് ഇന്ത്യക്ക് നയതന്ത്രപരമായ വെല്ലുവിളികളും ഉയർത്തും. സുരക്ഷാപരമായ മറ്റൊരു വശം ഇത്തരം കൊലപാതകങ്ങൾക്ക് പ്രതീകമായി പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനകൾ ഇന്ത്യയിൽ വലിയ ആക്രമണങ്ങൾക്കോ ഡ്രോൺ വഴിയുള്ള പ്രത്യാക്രമണങ്ങൾക്കോ മുതിരാം എന്നതാണ്. ഭീകരർ കൊല്ലപ്പെടുമ്പോൾ അവരുടെ സംഘടനകൾ കൂടുതൽ തീവ്രമായ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടാനുള്ള സാധ്യതകൾ ഇന്ത്യ തള്ളിക്കളയുന്നില്ല. അതിനാൽ തന്നെ ഇത്തരം ഓരോ കൊലപാതകങ്ങൾക്ക് ശേഷവും ഇന്ത്യൻ അതിർത്തികളിൽ സൈന്യം അതീവ ജാഗ്രത പാലിക്കേണ്ടി വരാറുണ്ട്. എങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഭീകരവാദത്തിന്റെ വേരറുക്കുവാൻ ഇത്തരം നീക്കങ്ങൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഗുണകരമായിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഭീകരവാദങ്ങൾ ഇപ്പോൾ സുരക്ഷിതമല്ലാതെയായി മാറുന്നതിന് പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമതായി പറയുന്നത് അയൽ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തുന്ന തന്ത്രപരമായ നിഴൽ യുദ്ധങ്ങളാണ്. ഇസ്രായേലിന്റെ മൊസാദ് ചെയ്യുന്നത് പോലെ തങ്ങളുടെ ശത്രുക്കളുടെ ലോകത്തിലെ ഏതു ഭാഗത്തു വെച്ചും വധിക്കുന്ന രീതി ഇന്ത്യയും പിന്തുടരുന്നുവെന്നാണ് പാകിസ്ഥാന്റെ വാദം. ഇതിനു പുറമെ ഭീകര സംഘടനകൾക്കുള്ളിലെ ആഭ്യന്തര കലഹവും പണത്തിന് അധികാരത്തിനും വേണ്ടിയുള്ള കുടിപ്പകയും ഇത്തരം കൊലപാതകങ്ങൾക്ക് കാരണമാകാറുണ്ട്. മറ്റൊരു പ്രധാന സാധ്യത പാകിസ്ഥാൻ ചാര സംഘടനയായ ISI തന്നെ ഇടപെടലാണ്. നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ആഗോള സമ്മർദ്ദത്തിലും കഴിയുന്ന പാകിസ്ഥാന് പഴയ ഭീകര നേതാക്കൾ പലപ്പോഴും ഒരു ബാധ്യതയായി മാറാറുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ ഭീകരവിരുദ്ധരാണെന്ന് കാണിക്കുവാനും ആഗോള സമ്മർദ്ദം കുറയ്ക്കുവാനും ISI തന്നെ തങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഭീകരരെ രഹസ്യമായി ഇല്ലാതാക്കാറുണ്ടെന്നും അന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. ഈ കൊലപാതകങ്ങൾക്ക് പാകിസ്ഥാനിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ വലിയ പരാജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. തങ്ങളുടെ രാജ്യത്ത് ഒളിവിൽ കഴിയുന്ന പ്രമുഖർ പോലും കൊല്ലപ്പെടുന്നത് ISIയുടെ സൈന്യത്തിന്റെ വിശ്വസ്തത തകർക്കുന്നുണ്ട്. കൂടാതെ ഭീകരർ പാകിസ്ഥാനിൽ ഇല്ല എന്ന പാക് ഭരണകൂടത്തിന്റെ ദശകങ്ങളായുള്ള കള്ളം ഇതോടെ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. കൊല്ലപ്പെടുന്നവരെല്ലാം ഇന്ത്യ തിരിയുന്ന കൊടും ഭീകരരായതിനാൽ പാക് ഭീകരവാദികളുടെ സുരക്ഷിത താവളം എന്ന വസ്തുത ഒരിക്കൽ കൂടി ആഗോളതലത്തിൽ ഉറപ്പിക്കുകയാണ്. ഇന്ത്യ ഒരു കൊലയാളി രാജ്യം ആണെന്ന് വരുത്തി തീർക്കുവാൻ അവർ ശ്രമിക്കുന്നെങ്കിലും ഭീകരരെ സംരക്ഷിക്കുന്ന രാജ്യം എന്ന പാകിസ്ഥാന്റെ പ്രതിച്ഛായയെ നീക്കുവാൻ ഈ തടസ്സമാകുന്നുണ്ട്. ചുരുക്കത്തിൽ താൻ വളർത്തിയ ഭീകരവാദം പാകിസ്ഥാന് തന്നെ വലിയൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണെന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിന്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.